തീപ്പൊരി ഇന്നിംഗ്സുമായി രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ T20 ലോകകപ്പിന്റെ സൂപ്പർ 8 സൂപ്പർ പോരിൽ ഓസ്ട്രേലിയയുടെ കഥ കഴിച്ച് ടീം ഇന്ത്യ. റൺമഴ കണ്ട ത്രില്ലിംഗ് മാച്ചിൽ 24 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ ആഘോഷിച്ചത്. ഇതോടെ ഗ്രൂപ്പ് 1 ചാമ്പ്യന്മാരായി ഇന്ത്യ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. തോറ്റെങ്കിലും ഓസീസ് പുറത്തായിട്ടില്ല. അഫ്ഗാനും ബംഗ്ലാദേശും തമ്മിലുള്ള അടുത്ത കളിയുടെ ബലത്തെ ആശ്രയിച്ചാണ് അവരുടെ സാധ്യത. അഫ്ഗാൻ ജയിച്ചാൽ ഓസീസ് പുറത്താവും. ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി അഫ്ഗാൻ സെമിയിൽ കടക്കുകയും ചെയ്യും. 206 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഓസീസിന് ഇന്ത്യ നൽകിയത്. ട്രാവിസ് ഹെഡ് ഒരിക്കൽ കൂടി വിറപ്പിച്ചെങ്കിലും ഓസീസിന് 7 വിക്കറ്റിന് 181 റൺസ് എടുക്കാനേ ആയുള്ളൂ. 43 ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 9 ഫോറും 4 സിക്സറും ഉൾപ്പെട്ടിരുന്നു. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ്, ഗ്ലെൻ മാക്സ്വെൽ, ടിം ഡേവിഡ്, പാറ്റ് കാമിൻസ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ. 3 വിക്കറ്റുകൾ എടുത്ത ഹർഷീപ് സിംഗ് ആണ് ഇന്ത്യയുടെ ബോളർമാരിൽ മികച്ചു നിന്നത്. കുൽദീപ് യാദവ് 2 വിക്കറ്റും എടുത്തു. ടോസ് നഷ്ടമായ ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യയെ 5 വിക്കറ്റിന് 205 റൺസ് എന്ന കൂറ്റൻ ടോട്ടലിൽ എത്തിച്ചത് നായകൻ രോഹിത് ശർമ്മയുടെ ഇടിവെട്ട് ഇന്നിംഗ്സിലാണ്. കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. വെറും 41 ബോളിൽ ഹിറ്റ്മാൻ വാരിക്കൂട്ടിയത് 92 റൺസാണ്. 8 കൂറ്റൻ സിക്സറുകളും 7 ഫോറുകളും ഉൾപ്പെടെയാണിത്. 16 ബോളിൽ 31 റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാന സ്കോറർ. 16 ബോളിൽ 3 ഫോറും 2 സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ശിവൻ ദൂബെ 22 ബോളിൽ 28, ഹർദിക് പാണ്ഡെ 17 ബോളിൽ 27, ഋഷഭ് പന്ത് 14 ബോളിൽ 15 എന്നിവരാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയ മറ്റുള്ളവർ. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഓപ്പണിംഗിൽ ദുരന്തമായി തീർന്നു. ഞെട്ടലോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം. 2-ാം ഓവറിൽ തന്നെ കോഹ്ലിയെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. ജോഷ് ഹെയ്സൽവുഡിന്റെ ഷോർട്ട് ബോളിൽ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ കോഹ്ലിയെ മിഡ് ഓൺ ഏരിയയിൽ ടിം ഡേവിഡ് മികച്ചൊരു റണ്ണിംഗ് ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു. ഇന്ത്യൻ സ്കോർ ബോർഡിൽ അപ്പോൾ 6 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് പകരം കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിച്ച രോഹിത് ഓസീസ് ബോളർമാരെ കടന്നാക്രമിക്കുകയായിരുന്നു. കോഹ്ലി മടങ്ങിയ അടുത്ത ഓവറിൽ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ രോഹിത് പഞ്ഞിക്കിട്ടു. അദ്ദേഹം എറിഞ്ഞ 3-ാം ഓവറിൽ 21 റൺസാണ് ഹിറ്റ്മാൻ വാരിക്കൂട്ടിയത്. 4 സിക്സറും 1 ഫോറും ഉൾപ്പെടെയായിരുന്നു ഇത്. തുടർന്ന് ഓസീസ് ബോളർമാർക്ക് മേൽ അദ്ദേഹം ആക്രമണം അഴിച്ചുവിട്ടു. പാറ്റ് കാമിൻസ് എറിഞ്ഞ 5-ാം ഓവറിൽ 15 റൺസാണ് ഇന്ത്യ നേടിയത്. 19 ബോളിൽ നിന്നായിരുന്നു ഇത്. ഋഷഭ് പന്തിനെ ക്രീസിന്റെ മറുഭാഗത്ത് കാഴ്ചക്കാരനായി നിർത്തിയായിരുന്നു രോഹിത്തിന്റെ കടന്നാക്രമണം. 2-ാം വിക്കറ്റിൽ ഈ ജോഡി 87 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. ഇതിൽ ഭൂരിഭാഗം റൺസും രോഹിത്തിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. 8-ാം ഓവറിൽ ഋഷഭിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. 9-ാം ഓവറിൽ തന്നെ ടീം ടോട്ടൽ 100 കടന്നിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിച്ച രോഹിത് 12-ാം ഓവറിലാണ് പുറത്തായത്. 92-ൽ നിൽക്കെ സ്റ്റാർക്കിന്റെ കിടിലിനൊരു യോർക്കറിൽ അദ്ദേഹം ബോൾഡ് ആവുകയായിരുന്നു. 11 ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 127 റൺസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ രോഹിത് മടങ്ങിയതോടെ ഇന്ത്യൻ സ്കോറിങ്ങിന് വേഗം കുറഞ്ഞു. അടുത്ത 9 ഓവറിൽ 78 റൺസ് മാത്രമേ ഇന്ത്യക്ക് ലഭിച്ചുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ 230-240 റൺസെങ്കിലും ഇന്ത്യക്ക് അടിച്ചുകൂട്ടാമായിരുന്നു.